ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കോഴ ആരോപണത്തിൽ തുടരന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ്. ആരോപണ വിധേയനായ മുസ്ലിം ലീഗ് അംഗം ജാഫറിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മുൻ MLA അനിൽ അക്കര. തൃശൂരിൽ ആനക്കൊമ്പുകളായി പിടിയിലായ 2 പേരെ റിമാൻഡ് ചെയ്തു. രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി വനംവകുപ്പ്. പരുത്തിപ്രയിലും പാറമേൽപ്പടിയിലും മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്ക്. മുള്ളൂർക്കര സ്വദേശി ബാബുരാജ്, കണ്ണമ്പ്ര സ്വദേശി സുകേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നാട്ടികയിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. ചാലക്കുടി പോട്ടയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി കോഴ ആരോപണത്തിൽ തുടരന്വേഷണത്തിന് വിജിലൻസ് അനുമതി തേടി. വിജിലൻസ് ഡയറക്ടറാണ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രനായ EU ജാഫറിന് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നാണ് പരാതി. മുൻ MLA അനിൽ അക്കരയാണ് പരാതിക്കാരൻ. തുടരന്വേഷണം വേണമെന്നാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വിജിലൻസ് നൽകിയ റിപ്പോർട്ട്. തൃശൂർ വിജിലൻസ് യൂണിറ്റാണ് കേസെടുത്ത് തുടരന്വേഷണത്തിന് അനുമതി തേടിയത്. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തുവെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖ നേരത്തെ പുറത്തുവന്നിരുന്നു. വിവാദങ്ങളെ തുടർന്ന് ജാഫർ രാജിവെച്ചിരുന്നു. തൃശൂർ നഗരത്തിൽ നിന്ന് ആനക്കൊമ്പുകളുമായി വനംവകുപ്പിന്റെ പിടിയിലായ 2 പേരെ കോടതി റിമാൻഡ് ചെയ്തു. ചാലക്കുടി മാരാങ്കോട് സ്വദേശികളായ വിധയത്ത് വീട്ടിൽ ജിബിൻ, പൊന്നാരി വീട്ടിൽ ലിബിൻ എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ആനക്കൊമ്പുകളുമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിക്ക് സമീപത്തു നിന്നുമാണ് വനംവകുപ്പ് ഇന്റലിജൻസ് സംഘം കഴിഞ്ഞ ദിവസം സംഘത്തെ പിടികൂടിയത്. സംഘത്തിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേർ ഓടി രക്ഷപ്പെട്ടു. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രക്ഷപ്പെട്ട പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പട്ടിക്കാട് റേഞ്ച് ഓഫീസർ AC പ്രജി, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ M ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കോഴ വിവാദത്തിൽ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കര ആവശ്യപ്പെട്ടു. വിജിലൻസിന്റെ അടിയന്തര അന്വേഷണത്തിൽ കോഴ കൊടുത്തെന്നും വാങ്ങിയെന്നും വ്യക്തമായ സ്ഥിതിക്ക് മുസ്ലിം ലീഗ് അംഗം ജാഫറിനെ 1ാം പ്രതിയാക്കി ഉടൻ അറസ്റ്റ് ചെയ്യണം. കൂടാതെ ഇതിന്റെ ആസൂത്രകരായ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാൽ, MLA സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവരെയും കേസിൽ പ്രതി ചേർക്കണമെന്നുമാണ് പരാതിക്കാരൻ കൂടിയായ അനിൽ അക്കരയുടെ ആവശ്യം. ഇതിന് സർക്കാർ അനുമതി നൽകേണ്ടതുണ്ട്. CPM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി ചിറ്റണ്ടയിലെ സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന മുഴുവൻ നടന്നത്. ഇതിൽ വിശദമായ അന്വേഷണവും ആവശ്യമാണ്. കോഴ നൽകിയിട്ടില്ലെങ്കിൽ CPM ജില്ലാ സെക്രട്ടറിക്കും തങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിൽക്കാമെന്നും അനിൽ അക്കര പറഞ്ഞു. ഇനി ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ വിജിലൻസിന്റെ അഴിമതി നിരോധന നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഉണ്ടായാൽ മാത്രമാണ് വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഒരു FIR ഇടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സംസ്ഥാന വിജിലൻസിന് അനുമതി കൊടുക്കണം. FIR രജിസ്റ്റർ ചെയ്ത് ജാഫർ മാഷെ 1ാം പ്രതിയാക്കി കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചനകൾ മുഴുവൻ നടന്നത് എരുമപ്പെട്ടി ചിറ്റണ്ട കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സ്കൂളിലാണ്. അത് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. വടക്കാഞ്ചേരി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബസന്തലാൽ, അതുപോലെ തന്നെ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ഈ 2 പേരുമാണ് ഈ വടക്കാഞ്ചേരി കോഴയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നടത്തിയ ആളുകൾ 2 പേരുമാണ്. ഈ വിഷയത്തിൽ FIR ഇട്ട് അന്വേഷിക്കണം. CPMനകത്ത് പങ്കില്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യത്തിനെ കൂടി CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. വടക്കാഞ്ചേരി പരുത്തിപ്രയ്ക്ക് സമീപം കൂറ്റൻമാവിന്റെ ശിഖരം പൊട്ടിവീണ് ഇരുചക്ര വാഹന യാത്രികന് പരിക്കേറ്റു.
മുള്ളൂർക്കര സ്വദേശി എഴുത്തച്ഛൻ വളപ്പിൽ ബാബുരാജിനാണ് പരിക്കേറ്റത്. മുള്ളൂർക്കരയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് ബുള്ളറ്റിൽ പോവുകയായിരുന്ന ബാബുരാജിന്റെ തലയിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ ഹെൽമറ്റ് പിളർന്ന് ഗുരുതരമായി പരിക്കേറ്റ ബാബുരാജിനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊണ്ടാഴി പാറമേൽപ്പടി പുതിയ റോഡിന് സമീപം പുളിമരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് ബൈക്ക് യാത്രികന് സാരമായി പരിക്കേറ്റു. കണ്ണമ്പ്ര സ്വദേശിയായ സുകേഷിനാണ് പരിക്കേറ്റത്. ഒറ്റപ്പാലം ഭാഗത്തേക്ക് ബൈക്കിൽ വരുന്നതിനിടെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുളിമരം ഒടിഞ്ഞു വീണത്. വാർഡ് അംഗം വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ ചേർന്ന് സുകേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും പലതവണ വീട്ടുടമയ്ക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. നാട്ടികയിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറി ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. നാട്ടിക 12-ാം കല്ല് സ്വദേശി കുറുവത്ത് വീട്ടിൽ 69 വയസ്സുള്ള ദാസനാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി നാട്ടിക സെന്ററിൽ വെച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ദാസൻ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ചാലക്കുടി പോട്ടയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്, നാഷണൽ പെർമിറ്റ് ലോറി, കാർ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ നേരിയ ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പിന്നീട് സർവീസ് റോഡിലേക്ക് മാറ്റിയാണ് ഗതാഗതക്കുരുക്ക് പരിഹരിച്ചത്. ചിറമനേങ്ങാട് ലക്ഷം വീട് റോഡിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി പോസ്റ്റിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. വാർഡ് മെമ്പർ പ്രകാശൻ പേങ്ങാട്ടുപറയുടെ നേതൃത്വത്തിലാണ് മജീദ്, അയൂബ്, അബ്ദുറഹ്മാൻ, ജയൻ, ജാക്സൺ, റസാഖ്, ഫാഹിസ് എന്നിവർ ചേർന്ന് തെങ്ങ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. KSEB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ലൈനും പോസ്റ്റും നീക്കം ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം പട്ടിക്കാട് നടന്നു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മേഖലാ പ്രസിഡന്റ് MP തോമസ് പതാക ഉയർത്തി. പട്ടിക്കാട് ഹൈവേ പാലസ് ഇന്നിൽ നടന്ന 15ാമത് സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ഉദ്ഘാടനം ചെയ്തു. മികച്ച നേട്ടങ്ങൾ ഇതിനകം സംഘടനയ്ക്ക് കൈവരിക്കാനായിട്ടുണ്ടെന്നും പുതിയ മാറ്റങ്ങൾക്കായും പുതിയ പദ്ധതികൾക്കായും COA ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും രാജ്മോഹൻ മാംബ്ര പറഞ്ഞു. അസോസിയേഷന്റെ കീഴിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി രൂപം നൽകിയ KCCL, KCBL, KVBL, സിഡ്കോ എന്നീ കമ്പനികൾ സംഘടനയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് സമ്മേളനം വിലയിരുത്തി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് വിജയിച്ച COA മുൻ മേഖലാ സെക്രട്ടറിയും നിലവിൽ എക്സിക്യൂട്ടീവ് അംഗവുമായ K. ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു. സെന്റിനറി ചെയർമാൻ ആന്റോ വി മാത്യു സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ COA മേഖലാ പ്രസിഡന്റ് MP തോമസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി VK നൈബി, മേഖലാ ട്രഷറർ ജിയോ ജോൺസൺ, സെന്റിനറി ഡയറക്ടർ TP ഷിബു, COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം VP ബിജു,
ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജേക്കബ് ജെറോം, സെന്റിനറി MD ബീനാബി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. COA തൃശൂർ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റായി MP തോമസിനെയും വൈസ് പ്രസിഡന്റായി ML റപ്പായിയെയും സെക്രട്ടറിയായി VK നൈബിയെയും ജോയിന്റ് സെക്രട്ടറിയായി അനിൽകുമാറിനെയും ട്രഷററായി ജിയോ ജോൺസണെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. പാവറട്ടി മരുതയൂർ ചന്ദ്രത്തി മസ്ജിദിലെ ചന്ദനക്കുട നേർച്ചയുടെ ഭാഗമായി മുട്ടുമിളി സംഘമെത്തി. ഒറ്റപ്പാലം കോതകുരിശിയിലെ സെയ്തലവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുട്ടുമിളിക്കായി നേതൃത്വം നൽകുന്നത്. പ്രവാചക സ്തുതികൾ പാടി പുകഴ്ത്തി ഇവർ വീട് വീടാന്തരം കയറി മുട്ടുമിളി നടത്തി നേർച്ചയുടെ വരവറിയിക്കും. 13, 14, 15 ദിവസങ്ങളിലായാണ് നേർച്ച ആഘോഷം. നേർച്ചയുടെ പ്രധാന ദിവസമായ 15-ന് കൊടിയേറ്റ കാഴ്ചകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ട് കവല സെന്ററിൽ സംഗമിച്ച് വിവിധതരം വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ജാറം പരിസരത്തെത്തി ഉച്ചയ്ക്ക് 12 മണിയോടെ കൊടിയേറ്റം നടത്തും. ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഉച്ചഭാഷിണികളും ലൈറ്റ് ആൻഡ് സൌണ്ട് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് പോലീസ് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പുതിയ നിബന്ധനകൾ പ്രകാരം രാവിലെ 6 മണി മുതൽ രാത്രി 10 മണിവരെ മാത്രമേ ഉച്ചഭാഷിണികൾ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് പ്രവർത്തിപ്പിക്കുന്നത് കർശനമായി നിരോധിച്ചു. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, കോടതികൾ, പൊതു ഓഫീസുകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയുടെ 100 മീറ്റർ ചുറ്റളവിൽ ഉച്ചഭാഷിണി പ്രവർത്തിപ്പിക്കുന്നത് പൂർണ്ണമായും വിലക്കി. കണ്ണിന് ഹാനികരമായ ലേസർ ലൈറ്റുകളുടെ ഉപയോഗവും നിരോധിച്ചിട്ടുണ്ട്. കൊണ്ടാഴി ചിറങ്കര സെന്ററിൽ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് വെള്ളം പാഴാകുന്നു. ചിറങ്കര സെന്ററിൽ നിന്നും നവോദയ കോളേജ് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ആലിൻ ചുവട്ടിലാണ് കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്നത്. ഇവിടെ മാസങ്ങളായി കുടിവെള്ളം പാഴാകുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയാണെന്നാണ് ആക്ഷേപം. പാഴാകുന്ന വെള്ളം അഴുക്കുചാലിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് പ്രദേശത്തെ വ്യാപാരികളെയും പൊതുജനങ്ങളെയും വലയ്ക്കുകയാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഇവിടെ ശരിയാക്കി തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇത് ഇത്ര അപകടം പിടിച്ചൊരു സ്ഥലമാണ്. അത് ഒരു ഇടുങ്ങിയ വഴിയാണ്. അതുകൊണ്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഓൾറെഡി. പിന്നെ ചപ്പുകളൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ അറിയും. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഇത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇന്ന് രാവിലെ എന്റെ കട തുറക്കാൻ വരുമ്പോ ഞാനേ വഴിക്ക് വീണു. ഇതുപോലെ നിറയെ പേര് വരുന്നതും പോകുന്നതാണ്. കടയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. നിറയെ പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ എത്ര അമ്മമാര് വീഴുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. 3-4 മാസമായിട്ട് ഈ വെള്ളം പൊട്ടിയിട്ട്, പൈപ്പിൽ പൊട്ടിയിട്ട് ഒഴുകിപ്പോയി ചാലിലാകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഈ ചെറുകര സെന്ററിലാണിത്. ഇവിടെ നിന്നുള്ള എല്ലാ മെമ്പർമാരും എല്ലാവരും കാണുന്ന ഒരു സംഭവമാണിത്. പക്ഷെ ഇതിനാരും പരിഹാരം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങളുടെ അധികാരാവകാശങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുന്ന ഒരു ഏറ്റവും പ്രതികാരാത്മക ഒരു നടപടിയാണ് അധികാരികളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നതിന്. പെട്ടെന്ന് ഒരു പരിഹാരം കണ്ട് ഒരു പ്ലംബറെ അയച്ചിട്ട് ഇതിനെ വേണമെങ്കിൽ ഡിഗ് ചെയ്ത് അതൊന്ന് വാട്ടർ ലീക്കിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടുത്തെ കാര്യങ്ങൾ വൃത്തിയാവുള്ളൂ. കൂടാതെ കാന കംപ്ലീറ്റ് മൂടിക്കിടക്കുകയാണ്. വെള്ളം നിറഞ്ഞിരിക്കുന്നു, കൊതുകുകൾ വെറ്റുവരുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരുടെ വീടിന് മുന്നിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവമെങ്കിൽ. ചൊവ്വന്നൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് SDPI ബന്ധം മറനീക്കി പുറത്ത്. വികസനകാര്യ സ്ഥിരം സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി നടന്ന വോട്ടെടുപ്പിൽ SDPI അംഗത്തിന് കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് നീക്കുപോക്ക് വ്യക്തമായത്. നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഒരു കോൺഗ്രസ് അംഗം വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്തു. വികസന സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ SDPI അംഗം റാഷീദിനാണ് 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തത്. സ്വന്തം പാർട്ടിയിലെ 2 വോട്ടുകളും കോൺഗ്രസിന്റെ 4 വോട്ടുകളും ചേർന്ന് റാഷീദിന് 6 വോട്ടുകൾ ലഭിച്ചു. എന്നാൽ SDPIയുമായുള്ള ഈ കൂട്ടുകെട്ടിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി 7ാം വാർഡ് അംഗമായ കോൺഗ്രസ് പ്രതിനിധി ഐശ്വര്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ചാവക്കാട് എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോസ് ഇമ്പിച്ചുകോയ തങ്ങളുടെയും സഹോദരി സയ്യിദ് ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ 168ാമത് ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. കൊഴപ്പാട്ട് അയ്യപ്പൂവിന്റെ വസതിയിൽ നിന്ന് രാവിലെ 8-ന് ആദ്യ കാഴ്ച ആരംഭിക്കും. തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കാഴ്ചകൾ ജാറം അങ്കണത്തിൽ എത്തിച്ചേരും. ശനിയാഴ്ച രാവിലെ 11-ന് കൊടിക്കയറ്റ കാഴ്ചകൾ ജാറം അങ്കണത്തിൽ എത്തി കൊടി ഉയർത്തും. തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കാഴ്ചകൾ ജാറം അങ്കണത്തിൽ എത്തും.
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സമ്മേളനം ചിമ്മിനിയിൽ നടന്നു. COA സംസ്ഥാന സെക്രട്ടറിയും കേരള വിഷൻ ന്യൂസ് ചെയർമാനുമായ PS സിബി ഉദ്ഘാടനം നിർവഹിച്ചു. COA പുതുക്കാട് മേഖലാ പ്രസിഡന്റ് KI ഷീഫർ അധ്യക്ഷത വഹിച്ചു. KCCL ഡയറക്ടർ VP ബിജു, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, ട്രഷറർ CG ജോസ്, COA പുതുക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് CR ബെന്നി, സെക്രട്ടറി AP റാഫേൽ, ട്രഷറർ VB രമേശ്, എക്സിക്യൂട്ടീവ് ജോബി മധുരക്കറി, മഹേഷ് മോഹൻ, ഇൻഫോനെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡോ വി മാത്യു, ഒല്ലൂർ വിഷൻ കേബിൾ ചെയർമാൻ KJ ജോയി എന്നിവർ സംസാരിച്ചു. തുടർന്ന് 11-അംഗ മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KI ഷീഫർ, വൈസ് പ്രസിഡന്റായി CR ബെന്നി, സെക്രട്ടറിയായി AP റാഫേൽ, ജോയിന്റ് സെക്രട്ടറി TD ബൈജു, ട്രഷററായി VB രമേശ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി R മോഹനകൃഷ്ണൻ, P ഗോപകുമാർ, മെജോ ജോണി, TP സിജോ, KS സന്തോഷ്, ML ജോബി എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. തൃപ്രയാറിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനുള്ള പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. TCV പുതുക്കാട്. ഗുരുവായൂർ തിരുവെങ്കിടത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ തീപിടുത്തം. തിരുവെങ്കിടം വാരിയത്ത് രാജശേഖരന്റെ വീടിന്റെ പുറകിലെ മുളങ്കാടിനാണ് തീപിടിച്ചത്. വൈദ്യുതി ലൈനിൽ നിന്ന് തീപ്പൊരി വീണ് താളി കത്തുകയായിരുന്നു. പറമ്പിലെ ഉണക്കപ്പുല്ലിലേക്കും തീ പടർന്ന് തിരുവെങ്കിടം റോഡിലെത്തി. ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അസിസ്റ്റന്റ് ഫയർ ഓഫീസർ SB ജുവിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് അംഗങ്ങൾ ചേർന്ന് തീയണച്ചു. ചാവക്കാട് പുത്തൻ കടപ്പുറം പ്രദേശവാസികൾക്ക് ഭീതി സൃഷ്ടിച്ച ഭീമൻ കടന്നൽക്കൂട് നീക്കം ചെയ്തു. കഴിഞ്ഞ മാസം കടന്നൽക്കൂട്ടമിളകി ഗ്രഹനാഥന് ഉൾപ്പെടെ 3 പേർക്ക് കുത്തേറ്റിരുന്നു. ഇതേ തുടർന്നാണ് വാർഡ് കൌൺസിലർ ഗോപപ്രതാപൻ ഇടപെട്ട് പൊന്നാനിയിൽ നിന്ന് കടന്നൽക്കൂട് ഇളക്കിമാറ്റുന്ന സംഘത്തെ വരുത്തി നീക്കം ചെയ്തത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവിൻ മുകളിലായിരുന്നു ഭീമൻ കടന്നൽക്കൂട്. ഇവിടെ നമ്മളെ 32-ാം വാർഡ് കടന്നൽ ശല്യം ഭയങ്കരമായിരുന്നു. നമ്മുടെ ഒരു ഒഴിഞ്ഞ പറമ്പിലായിരുന്നു കടന്നൽക്കൂട്. അത് ഗംഭീര കൂടായിരുന്നു. അത് നമുക്കെല്ലാവർക്കും ഈ പരിസരത്ത് എല്ലാവർക്കും ഭീഷണിയായിരുന്നു. അത് ഒരാളെ ആക്രമിച്ച് നോക്കുമ്പോൾ പിന്നീട് ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ റോട്ടിൽ കിടന്നുകൊണ്ട് ആരും അടുക്കാൻ പറ്റിയ സാഹചര്യം എല്ലാ സമയത്ത്. അതിന്റെ പേരിൽ ആർക്കും എടുക്കാൻ പേടിയായിരുന്നു. ആളുകളാരും പിള്ളേരാരും ഉണ്ടായിരുന്നില്ല. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് എളവള്ളിയിൽ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മകുളത്തെ തൊഴിലിടത്തിൽ നടത്തിയ തൊഴിലുറപ്പ് സംരക്ഷണ അസംബ്ലി CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആനി ജോസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി സതി കൃഷ്ണൻ, എളവള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് UK ലതിക, B വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ഷൻ ഡ്യൂട്ടിയെ തുടർന്ന് ബെൽസ് പാൾസി എന്ന അസുഖം ബാധിച്ച അധ്യാപകനെ ഇലക്ഷൻ കമ്മീഷൻ അവഗണിച്ചതായി പരാതി. ഗവർണർക്ക് പരാതി നൽകാനൊരുങ്ങി കുടുംബം. കവിയും ആലത്തൂർ പഴമ്പാലക്കോട് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് അധികൃതരുടെ അവഗണന നേരിടുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിരുന്ന സംഗീത് പരിമിതമായ സാഹചര്യം മാത്രമുണ്ടായിരുന്ന ബൂത്തിന് പുറത്ത് കഴിയേണ്ടി വന്നപ്പോഴുണ്ടായ മഞ്ഞും കാറ്റുമേറ്റാണ് അസുഖബാധിതനായത്. രോഗാതുരനായ അവസ്ഥയിലും ജോലി നോക്കിയ സംഗീത് ചികിത്സയുടെ ഭാഗമായി കഴിഞ്ഞ 3 ആഴ്ചയായി വിശ്രമത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ ഉണ്ടായ ആരോഗ്യ പ്രശ്നമായതിനാൽ
പ്രത്യേക അവധിയും ചികിത്സാ ചെലവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡിസംബർ 17-ന് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും മറുപടിയൊന്നും ലഭിച്ചില്ലെന്ന് സംഗീതിന്റെ ഭാര്യ അഞ്ജു പറയുന്നു. ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ അസുഖം ബാധിച്ചത്. അതിൽ പ്രൈവറ്റ് ആശുപത്രിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഇലക്ട്രിക് തെറാപ്പിയും ചെയ്യുന്നുണ്ട്. ഇതിന് ചിലവ് വളരെയധികം ഉണ്ടാകുന്നതുകൊണ്ട് അധികൃതരോട് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവധിയുമായി ബന്ധപ്പെട്ട് കളക്ടർക്കും മറ്റ് അധികാരികൾക്കും നമ്മൾ പരാതി കൊടുത്തിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നമുക്ക് സ്പെഷ്യലായി അവധി എന്തെങ്കിലും അനുവദിച്ചു തരിക എന്നാണ് നമ്മുടെ ആവശ്യം. ഇനി ഇതിന് ഇതുവരെയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന ജീവനക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും ദിവസേന 1 മണിക്കൂർ മാത്രമുള്ള ഇലക്ട്രിക് തെറാപ്പി ആയതിനാൽ ഇൻഷുറൻസ് തുക ലഭിക്കുകയുമില്ല. സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ചികിത്സയായതിനാൽ സ്ഥാപന മേധാവിക്ക് പ്രത്യേക അവധി അനുവദിക്കാനാവാത്ത സ്ഥിതിയുമാണ്. TCV ചേലക്കര. അവശനിലയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ സഹായം ചോദിച്ചെത്തിയ വയോധികന് ജീവകാരുണ്യ പ്രവർത്തകൻ CL ജേക്കബ് അഭയം നൽകി. ചാവക്കാട് തിരുവത്ര സ്വദേശി വേലായുധനാണ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയെത്തിയത്. പോലീസ് ഉടൻ ജേക്കബിന്റെ സഹായം തേടുകയായിരുന്നു. അവിവാഹിതനായ വേലായുധൻ ഗുരുവായൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിൽ ജോലിയെടുത്താണ് കഴിഞ്ഞിരുന്നത്. പ്രായാധിക്യത്തെ തുടർന്ന് ജോലിയെടുക്കാൻ കഴിയാതെ അവശനിലയിലായതിനെ തുടർന്നാണ് പോലീസിൽ അഭയം തേടിയെത്തിയത്. നടത്തറ എലഞ്ഞിക്കുളത്ത് തലയിൽ പൽപ്പൊടി ചെപ്പ് കുടുങ്ങിയ നിലയിൽ കണ്ട പാമ്പിനെ രക്ഷപ്പെടുത്തി. പ്രബീഷ് എന്നയാളുടെ പറമ്പിലാണ് തലയിൽ ചെപ്പ് കുടുങ്ങിയ നിലയിൽ ചേരപ്പാമ്പിനെ കണ്ടത്. സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വന്യജീവി സംരക്ഷകൻ ലിജോ എത്തി പാമ്പിനെ പിടികൂടി ചെപ്പ് ഊരിമാറ്റി. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ചിറമനേങ്ങാട് കുടക്കല്ല് പറമ്പിന്റെ പരിപാലനം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണെന്ന് പരാതി. നിരവധി വിനോദസഞ്ചാരികളും പുരാവസ്തു പഠന വിദ്യാർത്ഥികളും സന്ദർശിക്കുന്ന സ്ഥലമാണ് കുടക്കല്ല് പറമ്പ്. ജില്ലയിലെ പ്രധാന പുരാവസ്തു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചിറമനേങ്ങാട് കുടക്കല്ല് പറമ്പ്. എന്നാൽ ഇവിടെ മാസങ്ങളായി ഗാർഡനിംഗ് ഉൾപ്പെടെയുള്ള പരിപാലനം മുടങ്ങിയതായി നാട്ടുകാരും സന്ദർശകരും ആരോപിക്കുന്നു. വെള്ളം നനയില്ലാത്തതിനാൽ പുല്ലുകളും ചെടികളും ഉണങ്ങിയ അവസ്ഥയിലാണ്. പുല്ലുകളും ചെടികളും മരങ്ങളും വെട്ടി വൃത്തിയാക്കുന്നില്ലെന്നും പരാതിയുണ്ട്. പരിപാലനത്തിനായി 2 മാസം മുൻപ് ടെൻഡർ എടുത്ത കമ്പനി പിന്നീട് കുടക്കല്ലിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. 4000 വർഷങ്ങൾക്ക് മുൻപ് അന്നു മരണപ്പെട്ട ഉന്നതകുലജാതരെ മൺകുടമെന്ന് നാം വിളിക്കുന്ന നന്നങ്ങാടിയിലാണ് അടക്കം ചെയ്തിരുന്നത്. അതിനു മുകളിൽ മണ്ണിട്ട് നികത്തി അടയാള സൂചകമായി ഉയരമുള്ള വെട്ടുകല്ലുകൾ കുത്തനെ നിർത്തി അതിനു മുകളിൽ ചെത്തിമിനുക്കിയ കുട പോലുള്ള കല്ലുകൾ വെച്ചാണ് കുടക്കല്ലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ പറമ്പിൽ മാത്രം 69 കുടക്കല്ലുകൾ നിലവിലുണ്ടെങ്കിലും അതിലിപ്പോൾ പൂർണ്ണ രൂപത്തിൽ നിലനിൽക്കുന്നത് 3-4 കുടക്കല്ലുകൾ മാത്രമാണ്. ഇതുകൂടാതെ തൊപ്പിക്കല്ലുകൾ, കൽവൃത്തങ്ങൾ, മോടിക്കല്ലുകൾ എന്നിവയ്ക്കടിയിലും മനുഷ്യരെ അടക്കം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ പറമ്പ് ചുറ്റുഭാഗവും കമ്പിവേലി കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ടെങ്കിലും പറമ്പിനകത്ത് തെരുവുനായ ശല്യമുള്ളതായും നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. എടത്തിരുത്തി സെന്റ് ആൻസ് വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ധന്യ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോഷി പാലിയേക്കര, PTA പ്രസിഡന്റ് അമ്പിളി പ്രിൻസ്, UP PTA പ്രസിഡന്റ് സിജോ ആലപ്പാട്ട്, വാർഡ് മെമ്പർ KK അജിതകുമാരി, വലപ്പാട് AEO KV അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടിൽ നിന്നും കുഞ്ഞിലെ തന്നെ ഈ വിദ്യാലയത്തിലെ ടീച്ചേഴ്സൊക്കെ അതാണ് നമ്മൾ ഇന്ന് കണ്ടത് മുഴുവൻ. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ 91ാമത് സംയുക്ത തിരുനാൾ 11-ന് ആഘോഷിക്കും. രാവിലെ 10-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോജോ എടത്തിരുത്തി, ജനറൽ കൺവീനർ നിക്സൺ ആലപ്പാട്ട്, പബ്ലിസിറ്റി കൺവീനർ ജോജോ തേക്കാനത്ത്, രാജൻ കാട്ടുകുടിയിൽ എന്നിവർ പങ്കെടുത്തു.
ഗുരുവായൂരപ്പന് വഴിപാടായി പുതിയ 10 വാട്ടർ ട്രോളികൾ ലഭിച്ചു. തിരുപ്പൂർ കറുവമ്പാളയം ആലങ്കാട് സ്വദേശി എ പ്രസന്ന അങ്കുരാജാണ് വാട്ടർ ട്രോളികൾ വഴിപാടായി നൽകിയത്. പൊതുവരി നിൽക്കുന്ന ഭക്തർക്ക് കുടിവെള്ളം എത്തിക്കാനാണ് ഇത് ഉപയോഗിക്കുക. കിഴക്കേ ഗോപുരത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് വാട്ടർ ട്രോളികൾ ഏറ്റുവാങ്ങി. കുടുംബശ്രീ സരസ് മേളയിലെ മെഗാ ഭക്ഷ്യമേളയിൽ അട്ടപ്പാടിയിലെ വനസുന്ദരിക്ക് ആവശ്യക്കാർ ഏറെ. പച്ചനിറത്തിന്റെ പുതുമയോടെ തീൻമേശയിലെത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ തനത് വിഭവമാണ്. രുചിയുടെ അപൂർവതയും ആരോഗ്യ സൗഹൃദ സ്വഭാവവും ഒരുമിച്ച് ചേരുന്ന ഈ ആദിവാസി വിഭവത്തിന് മേളയിൽ ആവശ്യക്കാർ ഏറെയാണ്. അട്ടപ്പാടി കൂക്കംപാളയം ആദിവാസി ഉന്നതിയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് വനസുന്ദരി തയ്യാറാക്കുന്നത്. മസാലപ്പൊടികളൊന്നും ചേർക്കാതെ പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിനയും കാട്ടുജീരകവും മറ്റ് പ്രത്യേക പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്കാണ് വേവിച്ച ചിക്കൻ ചേർക്കുന്നത്. തുടർന്ന് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുക്കുന്ന ഈ വിഭവം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്നാണ് ഉപഭോക്താക്കളുടെ അഭിപ്രായം. അട്ടപ്പാടി ഉന്നതികളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചിരഹസ്യം. ഒരു പ്ലേറ്റിന് 200 രൂപയാണ് വില. റെസ്റ്റോറന്റുകളിൽ ലഭ്യമല്ലാത്ത ഈ അപൂർവ രുചി അനുഭവിക്കാനായി ദിനംതോറും സരസ്മേളയിൽ സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചുവരികയാണ്. TCV ന്യൂസ് കുന്നംകുളം. ചാലക്കുടിയിൽ സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഹാൻഡ്സുമായി നിരവധി ലഹരി കേസുകളിലെ പ്രതിപിടിയിൽ. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ബംഗ്ലാവ് പറമ്പിൽ വീട്ടിൽ ബഷീറിനെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,650 രൂപ, പവന് 1,01,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കോഴ ആരോപണത്തിൽ തുടരന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ്. ആരോപണ വിധേയനായ മുസ്ലിം ലീഗ് അംഗം ജാഫറിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മുൻ MLA അനിൽ അക്കര. തൃശൂരിൽ ആനക്കൊമ്പുകളായി പിടിയിലായ 2 പേരെ റിമാൻഡ് ചെയ്തു. രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി വനം വകുപ്പ്. പരുത്തിപ്രയിലും പാറമേൽപ്പടിയിലും മരത്തിന്റെ ശിഖരമൊടിഞ്ഞു വീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്ക്. മുള്ളൂർക്കര സ്വദേശി ബാബുരാജ്, കണ്ണമ്പ്ര സ്വദേശി സുകേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നാട്ടികയിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. ചാലക്കുടി പോട്ടയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.